ഞങ്ങളുടെ പാർട്ടിയിൽ ഉടലെടുത്തിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിൽ ഉടലെടുത്തിട്ടുള്ള ചില പ്രശ്നങ്ങൾ എല്ലാവരുടെയും മുന്നിലും കൊണ്ടുവരാനായിട്ടാണ്. 27-ാം തീയതി തിരുവനന്തപുരം ജില്ലയുടെ നേതൃയോഗം ഹോട്ടൽ ടൗൺ ടവറിൽ വെച്ച് കൂടുകയുണ്ടായി. അവിടെ പാർട്ടിയുടെ 48 നേതാക്കൾ പങ്കെടുത്ത യോഗമായിരുന്നു. നമ്മുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന PC ചാക്കോ ആ യോഗം കണ്ടസ്റ്റ് ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ആളാണ്. ഈ യോഗം നടക്കുമ്പോൾ തന്നെ യോഗത്തിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ PC ചാക്കോയുടെ ഭാഗത്തുനിന്നുണ്ടാകുകയും അതിനെ ജില്ലയിലെ 14 ബ്ലോക്ക് പ്രസിഡന്റുമാരും ഒപ്പം ജില്ലയിലെ 18 ജില്ലാ ഭാരവാഹികളിൽ 14 പേരും ഭൂരിപക്ഷം ആ കൂടിയ അതിൽ 95% ആളുകളും പറഞ്ഞ തീരുമാനം എന്ന് പറയുന്നത് LDFനെയും മുഖ്യമന്ത്രിയെയും ഈ മുന്നണിയിൽ തുടരാൻ കഴിയില്ല എന്ന ഒരു തീരുമാനമാണ് അറിയിച്ചത്. ആ മുന്നണി തുടരാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്ത സംസ്ഥാന സെക്രട്ടറിയെ ശ്രീ ആറാലുംമൂട് മുരളീധരൻ നായരെ ഷട്ടിൽ ഒരു സംസ്ഥാന പ്രസിഡന്റ് പിടിക്കുകയാണ്. ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്. NCP എന്ന് പറയുന്നത് PC ചാക്കോ പ്രസിഡൻ്റായിരിക്കുന്ന പാർട്ടിയാണ്. അദ്ദേഹം പ്രസിഡൻ്റായി വന്നതിന് ശേഷം ജില്ലാ പ്രസിഡൻറ്റുമാർക്ക് നേരാവണ്ണം ജോലി ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ഭൂരിപക്ഷം ജില്ലാ പ്രസിഡൻറ്റുമാരും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ അംഗീകരിക്കുന്നില്ല. എല്ലാ ജില്ലാ പ്രസിഡൻറ്റുമാരും അസ്വസ്ഥരാണ്. ആ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് വന്ന് ഇത്തരത്തിൽ ഒരു സമ്മേളനത്തിൽ ഈ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളുടെ മൂലകാരണം PC ചാക്കോയാണ്. ഒരു ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നത് അദ്ദേഹം ഈ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണം. ആലിബാബയും 41 കള്ളന്മാരും എന്ന് പറഞ്ഞതുപോലെ ഈ പാർട്ടിയെ നയിച്ചുകൊണ്ട് പോവുകയാണ്. ജനാധിപത്യപരമായ യാതൊരു ഉപാധിയും PC ചാക്കോയുടെ ഭാഗത്തില്ല. ഒരവസരത്തിൽ മന്ത്രിയെ മാറ്റണമെന്ന് പറയുന്നു. മന്ത്രിമാറ്റത്തെ ഇങ്ങനെയാണോ ചർച്ച ചെയ്യേണ്ടത്? മന്ത്രിമാറ്റത്തെക്കുറിച്ച് പറഞ്ഞത് 8 മാസങ്ങൾക്ക് മുമ്പാണ്. ആ വിഷയം തെരുവിൽ വലിച്ചിഴയ്ക്കുന്നത് പോലെ 8 മാസക്കാലം നാട്ടിലെ പോയവനും വന്നവനും ഒക്കെ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ഈ പാർട്ടിയെ കൊണ്ടെത്തിച്ചു. അതിനെതിരെ ശക്തമായ നിലപാട് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി എടുത്തു. നേതൃത്വത്തിൻ്റെ പിശകാണ് ഈ 4-5 പേരിരുന്ന് തീർക്കേണ്ട ആ മന്ത്രി വിഷയം ഈ വാർത്താമാധ്യമങ്ങൾക്കും പത്രങ്ങൾക്കും നൽകിക്കൊണ്ട് PC ചാക്കോ 8 മാസക്കാലം ഈ പാർട്ടിയെ പിന്നോട്ടടിച്ചത്. എല്ലാ പാർട്ടിയിൽ നിന്നും NCPയിലേക്ക് ആൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം ജില്ല ഏറ്റവും മികച്ച ജില്ലയായി തിരുവനന്തപുരം ജില്ല മാറുമ്പോഴും ആ ജില്ലയെ പ്രസിഡന്റിനെ പോലും നേരാവണ്ണം ജോലി ചെയ്യാൻ സമ്മതിക്കാതെ PC ചാക്കോ ഏകാധിപത്യ ഭരണം നടത്തുകയാണ്. ഇതൊരു ജനാധിപത്യ പാർട്ടിയല്ലേ? അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? അഭിപ്രായം പറയുന്നവനെ നിഷ്കരണം തള്ളിക്കളയുക എന്ന ഉദ്ദേശത്തോടു കൂടി മാസങ്ങൾ കൊണ്ടാണ് ഒരു ജില്ലാ പ്രസിഡൻറ്റിനെ സൃഷ്ടിക്കുന്നതും മാറ്റുന്നതും. കാസർഗോഡ് 3ാമത്തെ ജില്ലാ പ്രസിഡൻ്റാണ്. ഇദ്ദേഹം സംസ്ഥാന പ്രസിഡൻ്റായി വന്നതിന് ശേഷം നടക്കുന്നതാണ്.